ആഹാരമൊക്കെ നീ നല്ല തൃപ്തിയായിട്ട് കഴിച്ചെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. എല്ലാവേ സ്വാതി ഉണ്ടാക്കിയതാ. അവൾ ഇനി ഇവിടെ കാണും നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട്. അതൊരാശ്വാസം. പക്ഷേ എന്റെ കൂടെ പുറത്തോട്ടൊന്നും അവളെ വിടണ്ട. എടാ, ഫിനാൻസിയേഴ്സിൽ അവള് വന്നിട്ടൊന്നും വലിയ കാര്യമില്ല. നിനക്കൊരു കൂട്ട് വേണ്ടടാ. അതുകൊണ്ടാണ് അവള് വന്നോട്ടെന്ന് ഞങ്ങളൊക്കെ കരുതിയത്. ഇനിയിപ്പോ നിനക്കൊട്ടും താല്പര്യമില്ലെങ്കിൽ അത് വേണ്ട. പിന്നെ ഞാൻ ഇപ്പോഴിങ്ങോട്ടേക്ക് വന്നത് ഒരു പ്രധാന കാര്യം പറയാനാ. എന്താ നീ പറയാൻ വന്നേ? കണ്ണാ, നിന്നെ ജീവനോടെ ചുട്ടൊരുത്തി ഇനി ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ആരും മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എടാ, ഇതുപോലെ വിശ്വാസവഞ്ചന കാണിച്ചൊരുത്തി ജീവിച്ചിരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കൂടാ? നീ എന്താ ചെയ്യാൻ പോകുന്നേ? അന്നൊരിക്കല് തട്ടിളക്കി വെച്ചപ്പം ആ കെണിയിൽ പെട്ടുപോയത് എന്റെ അച്ഛനാ. എന്നാൽ ഇന്ന് ആ പിഴവ് ആവർത്തിക്കത്തില്ല. വീണ്ടും തട്ടിളക്കി വെച്ചോ? അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ചവിട്ടണ്ട. അവളുടെ തള്ളവിരലൊന്ന് തൊട്ടാ മതി, അവള് താഴെ പോവും. അതുപോലൊരു മരണക്കെണിയ ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ വിശ്വസിക്കാൻ കൊള്ളാത്തവര് ഇപ്പോഴും സൈറ്റിലുണ്ട്. നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട കണ്ണ, ഭയക്കുവും വേണ്ട. ഇനിയിപ്പൊ എന്തെങ്കിലും സംഭവിച്ചാലേ ഞാൻ ഏറ്റെടുത്തോളാടാ. നിനക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കണ്ണ. എടാ, ഇന്ന് അവള് സൈറ്റിലേക്ക് പോകുന്നുണ്ടെന്ന് ഉണ്ണി പറഞ്ഞായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ അവളുടെ അവസാനമാണ്. അതിനുശേഷം നീ അവൾക്ക് ദാനമായി കൊടുത്ത സ്വത്തുക്കളെല്ലാം നിനക്ക് സ്വന്തമാവും. പിന്നെ ഇനി പഴയതുപോലെ മണ്ടത്തരൊന്നും കാണിക്കാതിരുന്നാ മതി. എടാ, നിന്റെ ജീവിതത്തിലെ താക്കോൽ ഇനി ആരെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറയും. ഇന്നും മഹി സൈറ്റിലേക്ക് പോകുന്ന കാര്യം ഉറപ്പാണോ? 100% ഉറപ്പിച്ചിട്ടാണ് ഞാൻ അവക്ക് വേണ്ടി ട്രാപ്പ് ഒരുക്കിയത്. അവിടെയുള്ള തൊഴിലാളികളെയൊക്കെ മഹിയും ബാലേന്ദ്രൻ സാറും കൂടെ പറഞ്ഞു തിരുത്തിയതായിരുന്നല്ലോ. കുഴപ്പം പിടിച്ചവരെയൊക്കെ പറഞ്ഞു വിട്ടതായിരുന്നല്ലോ. എന്റെ കണ്ണ, പണം കൊടുത്താൽ മയങ്ങാത്ത തൊഴിലാളികൾ കുറവാ. അത് നിനക്കും അറിയാലോ. അത് ഞാൻ ഇഷ്ടം പോലെ കൊടുത്തു, ഇനിയും കൊടുക്കും. പിന്നെ സാമ്പത്തികമായിട്ട് ഞാനിപ്പോ കുറച്ച് ടൈറ്റാ. നിനക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഞാൻ നടക്കുമ്പം നിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം എനിക്ക് വേണം. അത് ഞാൻ ചെയ്തോളാം. എന്നാ പിന്നെ നിന്റെ താലി കഴുത്തിലിട്ടോണ്ട് അന്യന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടോണ്ട് നടക്കുന്ന അവളുടെ മരണ വാർത്ത കേൾക്കാനായിട്ട് നീ കാത്തിരുന്നോടാ. ഞാൻ സൈറ്റിലേക്ക് പോവാ. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ നിന്നെ ഞാനൊന്ന് വിളിക്കാം. നീ ഭയക്കണ്ടട കണ്ണ. നിന്റെ നല്ല മനസ്സുകൊണ്ടാ നീ അവളെ വെട്ടി കീറാത്തത്. വേറെ ഏതെങ്കിലും സ്നേഹത്തോടടുത്ത് വിളിച്ചിരുത്തി അവിടെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊന്നേനെ. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോവാം. ഇതിനുവേണ്ടി തന്നെയാടാ ഇങ്ങനൊരു നാടകം ഞങ്ങൾ കളിക്കുന്നത്. നിന്റെയൊക്കെ നീക്കങ്ങൾ മുൻകൂട്ടി നീയൊക്കെ തന്നെ അറിയിക്കും. സാറേ, എനിക്ക് പ്രത്യേകിച്ച് ഉപദേശങ്ങളൊന്നും തരണ്ട.
ഞാൻ വന്ന അന്ന് മുതൽ കാണുന്നതാണ്. കണ്ണൻ സാറിനെയും മാഡത്തെയും ഏതൊക്കെ രീതിയിലാണ് അവരുടെ ബന്ധുക്കൾ ചേർക്കാൻ നോക്കുന്നതെന്ന്. ലോകത്ത് ഇങ്ങനെയും ആൾക്കാരുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലുള്ള കളികളൊക്കെ ഞങ്ങൾക്കും കളിക്കേണ്ടി വന്നത്. സാർ, ഇനിയിപ്പോ എന്തായാലും ഡെലിവറി കഴിയുന്നത് വരെ മഹിക്കൊപ്പം ഞാനും ഉണ്ടാവും. അത് നല്ലതാ. മാഡത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ സ്ത്രീകൾ ആരെങ്കിലും കൂടെ വേണമല്ലോ. മഹി, കണ്ണൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആരുടെ മുമ്പിലും താഴേണ്ട കാര്യമില്ല. ആരെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച തക്കതായ മറുപടി കൊടുത്തേക്കണം. ഞാൻ കൂടെ ഉണ്ടല്ലോ അനന്തേട്ടാ, അതിനെയൊക്കെ ഞാൻ നേരിട്ടോളാം. കണ്ണേട്ടൻ വിളിക്കുന്നു. കുറച്ചുമ്പ് വിളിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ കണ്ണേട്ടാ. അതെ, ഞാൻ പെട്ടെന്ന് വിളിച്ചതേ. താൻ പുറപ്പെടാറായോ? തുടങ്ങായിരുന്നു കണ്ണേട്ടാ. എന്നാ കേട്ടോ, മേഘൻ ഇപ്പൊ ഇവിടെ വന്നിരുന്നു. അവനെ സൈറ്റിൽ തനിക്കായിട്ടൊരു കെണി ഒരുക്കിയിട്ടുണ്ട്. മുമ്പ് അമ്മാവൻ വെച്ച കെണിയിൽ അമ്മാവൻ തന്നെ വീണായിരുന്നല്ലോ. അത് തന്നെ അമ്മാവന്റെ മോനും അനുകരിക്കാനുള്ള ശ്രമത്തിലാ. ബാലചന്ദ്രൻ സാർ കൂടെ ഉണ്ടല്ലോ. സാറ് മാത്രമല്ല, ലേഖയും കൂടെ വരുന്നുണ്ട്. ആഹാ, അത് നന്നായി. ഞാൻ ബാലേന്ദ്രൻ സാറിനെ വിളിച്ചോളാം. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ പണിക്കാർക്ക് താക്കീത് കൊടുത്തിട്ടും ചില്ലറ പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഒറ്റുന്നവര് ഇപ്പോഴും അവിടെ ഉണ്ട്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം കണ്ണേട്ടാ. ഒരു കണക്കിന് നമ്മളിപ്പോ പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നത് നന്നായി. അതുകൊണ്ട് അപകടം മുൻകൂട്ടി അറിയാൻ എനിക്കിപ്പോ കഴിയുന്നുണ്ട്. ചില സിനിമയിലെ ഡയലോഗ് കടമെടുക്കുകയാണെങ്കിൽ അവര് കൊല്ലാൻ ശ്രമിക്കും, നമ്മൾ മരിക്കാതിരിക്കാനും. അങ്ങനെ പോവാം മഹി. പിന്നെ മാർക്കോയെ അനന്തൂനെയൊക്കെ പോലെ ഞാനും ഇപ്പൊ കരുത്തനാ. കൈക്കും കാലിനും ഒക്കെ സ്വാധീനമുള്ളവൻ. അതറിയാതെയുള്ള യാത്രയാ എതിരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിക്കക്കള്ളിയില്ലാത്ത ഒരവസ്ഥ വന്നാ എല്ലാവരും അറിയും കണ്ണൻ പഴയ കണ്ണനാണെന്ന്. അത് അത്ര പെട്ടെന്നൊന്നും അറിയിക്കേണ്ട കണ്ണേട്ടാ. ഗത്യന്തരം ഇല്ലാതെ വന്നാലുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോഴേ ഇന്നത്തെ കെണിയങ്ങ് പൊളിച്ചേക്ക്. ശരി കണ്ണേട്ടാ. നമ്മളിന്ന് പോകുന്ന വർക്ക് സൈറ്റില് പഴയ പോലൊരു കെണി ഒരുക്കിയിട്ടുണ്ട് മേഘൻ. കമ്പനിക്കകത്ത് നമ്മളെ ഒറ്റ കൊടുക്കാനായിട്ട് ആൾക്കാരുണ്ടെന്ന് ഈ സംഭവത്തോടെ വ്യക്തമായിരിക്കുക. ഞാൻ അന്നേ മേഡത്തോട് പറഞ്ഞതല്ലേ പഴയവരെയെല്ലാം പറഞ്ഞു വിടണമെന്ന്. നമുക്ക് വിശ്വാസമില്ലാത്ത ഒറ്റ ഒരുത്തനെയും വച്ച് പറപ്പിക്കരുതെന്ന്. ഞാൻ കൂടെ വരണോ? വേണ്ട അനന്തുവേട്ടാ, അപകടം ഇപ്പോ മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ടല്ലോ. മേഘൻ കണ്ണേട്ടനോട് തന്നെയാ പറഞ്ഞത് എന്നെ കൊല്ലം കെണി വെച്ചെന്ന്. ഞങ്ങൾ പോയിട്ട് വരാം. ഹലോ അനന്തു, അവര് പോയോ? ദാ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. രേഖ മഹിയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടേ ഇനി മഹിക്ക് എന്തെങ്കിലും സംഭവിക്കും. രണ്ടാൾക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവര് രണ്ടുപേരുവാ ശരിക്കും പറഞ്ഞ നമ്മുടെ സ്വത്ത്. ആ മേഘന്റെ കൈയും കാലും തല്ലിയൊടിക്കേണ്ട സമയം കഴിഞ്ഞല്ലോടാ. അതെ, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്.
അത് ശരി. അമ്മയാകാൻ പോകുന്നവൾക്ക് അമ്മയാകാത്തവളുടെ കൂട്ട്. കൊള്ളാം. അങ്ങനെയെങ്കിൽ മിക്കവാറും ഇവളുടെ കെട്ടിയവൻ തന്നെയാ അവളുടെ കുഞ്ഞിന്റെ അവകാശി, അച്ഛൻ. നമസ്കാരം സാർ. ആ മഹി, നിക്ക്. ആ പരിസരത്തോട്ടൊന്നും പോവണ്ട. അപകടം മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് നമുക്കിനി ഒന്നും പറ്റില്ല. എന്നാലും ഞാൻ വരുന്നതിന് മുമ്പും അതിനുശേഷവും കൺസ്ട്രക്ഷൻ സൈറ്റിലെ പണിക്കാർക്കെല്ലാം കൃത്യമായിട്ടാ ശമ്പളം കൊടുക്കുന്നത്. അറിഞ്ഞാണ് ഓരോന്നും ചെയ്യുന്നതും. എന്നിട്ട് നന്ദിയേട് കാട്ടുന്നവരും കൂട്ടത്തിലുണ്ടല്ലോ. അതിപ്പോ എല്ലായിടത്തും കാണും മഹി. എല്ലാം കഴിഞ്ഞ ശേഷം സ്പോട്ടിൽ തന്നെ കെണിയൊരുക്കിയവനെ നമുക്ക് പറഞ്ഞു വിടണം. ഇവനൊക്കെ കെട്ടിടം പണിത് പൊക്കിയാൽ നല്ലൊരു മഴയും ഇടിയും വന്നാൽ മതി, അത് ഇടിഞ്ഞു വീഴും. 90% ആത്മാർത്ഥതയുള്ളവരാ, 10% കുഴപ്പക്കാരും. സാറ് വാ. മാഡം വരൂ. എടോ, അവരെത്തിയിട്ടുണ്ട്. ഇത്തവണ കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. എന്റെ സാറേ, തള്ളവിരൽ കൊണ്ടൊന്ന് തൊട്ടാ മതി, അപ്പൊ അവര് താഴെയാ. ആ, അവര് 3 പേരാ വന്നിരിക്കുന്നത്. അപ്പൊ കുഴയുമല്ലോ സാറേ. സാറ് വാ. ആരാദ്യം ചവിട്ടുന്നു അവരുടെ കാര്യം പോക്കാം. സാധാരണ വർക്ക് സൈറ്റിലൊക്കെ വരുമ്പോ അവരാണ് മുന്നിൽ നടക്കുന്നത്. എഞ്ചിനീയർ പിന്നാലെ പോകത്തേ ഉള്ളൂ. ഇവിടെ അവളുടെ ഒരു കൂട്ടുകാരി കൂടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അവള് മുമ്പിൽ കയറി നടക്കുമെന്ന് അറിയില്ല. ആര് ചവിട്ടിയാലും അവരെ പിന്നെ തറയെന്ന് വടിച്ചെടുത്തോണ്ട് പോകാനേ പറ്റത്തുള്ളൂ സാറേ. ചിന്നി ചെതറും സാറേ. നല്ല ടെൻഷനുണ്ട്. അവള് തന്നെ ആ പലകയിൽ ചവിട്ടണമെന്ന എന്റെ പ്രാർത്ഥന. അങ്ങനെ വരത്തുള്ളൂ സാറേ. പിന്നെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും സംഭവിച്ചാൽ സാറ് കൂടെ നിൽക്കണേ. എന്നെ പ്രതിയാക്കിയിട്ട് സാറ് ഓടി രക്ഷപ്പെടരുത്. എടോ, അവള് വീണ് കഴിഞ്ഞ തനിക്ക് ചോദിക്കുന്നതിൽ അപ്പുറം തരാമെന്ന് ഞാനല്ലേ പറഞ്ഞത്. ആ, അത് മതി സാറേ. അവൾ അന്തസ്സുള്ളവളാണെങ്കിൽ ഇനി ഈ വർക്ക് സൈറ്റിലേക്ക് വരാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ കണ്ണന്റെ സ്വത്താ. അതൊക്കെ അനുഭവിക്കാൻ അവൾക്ക് നാണമില്ലല്ലോ. അന്യന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നവള് ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. നമുക്കിനി മേളിലേക്കാണ് പോകേണ്ടത് മാഡം. എടോ, ആ കൂടെ വരുന്ന ബാലേന്ദ്രൻ അറിയാം. തൊട്ട് പിന്നിലായി അയാളും അവളുടെ കൂട്ടുകാരിയും ഉണ്ട്. മുകളിലെത്തുമ്പോഴും മഹാലക്ഷ്മി മുമ്പിലായിരിക്കും. ഉറപ്പാണ് അവള് വീഴും. അവളെ കോരിയെടുത്തോണ്ട് പോകാൻ ആള് വേണമല്ലോ. പിന്നാലെ പോകുന്ന 2 അതങ്ങ് ചെയ്യട്ടെ. ഞാനേ താഴെ പോയി നിൽക്കാം. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തു കഴിഞ്ഞു സാറേ. പക്ഷെ നല്ല നെഞ്ചെടുപ്പുണ്ട്. അതെ, ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ സാറേ? പിടി വീഴൂ. എടോ, താനൊന്ന് ചുമ്മാ ഇരിക്കുന്നേ. തന്റെ കെണി വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇനി അവള് തട്ട് ചവിട്ടി കടന്നു പോയാല് അടുത്ത നിമിഷം തന്നെ ഞാൻ തട്ടിക്കളയും. താൻ അതുകൂടെ മനസ്സിൽ വെച്ചോ.
ഇവൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആരാ ഇത്? ഞാനാടാ. മാർഗം, നീ എന്താ ഇവിടെ? നിന്റെ കൂടെ ഒരു പോത്തുകൂടി ഉണ്ടെന്ന് നീ സങ്കല്പിച്ചോ. നല്ലൊരു കയറും. നിന്നെ കെട്ടിത്തൂക്കാൻ തന്നെയാടാ വന്നത്. ലോപസേ, നീ പോരുത്. അനങ്ങിയ പൊട്ടിക്കും ഞാൻ. നിന്നെ കൈകാര്യം ചെയ്യാൻ എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഇതെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എടാ, നിന്നെ ഞാൻ നോക്കി നടക്കായിരുന്നു കുറെ നാളായിട്ട്. ഇന്ന് നീ വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോ മുതല് നിന്റെ പിന്നാലെ ഞാനുണ്ട്. മാർഗോ, നീ നിന്റെ ജീവൻ പോലും പണയം വെച്ച് നടക്കുന്നത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ ഒരുത്തിക്ക് വേണ്ടിയിട്ടാ. എടാ, അവള് ചെയ്തൊക്കെ നീ അറിഞ്ഞല്ലോ. എനിക്ക് മഹാലക്ഷ്മിയും കണ്ണൻ സാറും ഒരേപോലെയാ. എടാ, കണ്ണനെ മഹാലക്ഷ്മി ചെതയിൽ വെച്ചില്ലേ? ആ ചിത ഒരുക്കിയതിന്റെ പിന്നിലൊരു ചതിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോ അവരുടെ കാര്യം ഒന്നും അറിയണ്ട. മലയ്ക്ക് പോയ ഒരാളെ അല്ല, ഞങ്ങൾ 4 പേരെയാ നീ കൊല്ലാനായിട്ട് ഞങ്ങൾക്ക് പിന്നാലെ ആളെ അയച്ചത്. ആ കടം വീട്ടണം. അത് കഴിഞ്ഞ് നമുക്ക് ചതിയുടെയും വഞ്ചനയുടെയും കഥ പറയാം. എടോ, അതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയിടോ. ആ, വേഗം ആവട്ടെ. ആ, അതൊക്കെ എടുത്ത് അങ്ങോട്ട് അടുക്ക് പെട്ടെന്ന്. എന്താടോ? ഒന്നുമില്ല മാഡം. പണിയൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? നടക്കുന്നുണ്ട് സാറേ, കുഴപ്പമില്ല. മാഡം, നമുക്ക് മുകളിലേക്ക് പോവാം.
മാഡം, ദേ അവിടെയാണ് പൊളിച്ചു വച്ചിരിക്കുന്നത്. ചവിട്ടുന്നുണ്ടോന്നൊക്കെ നോക്കുക. ഇപ്പൊ എന്തായാലും അവനെ പറഞ്ഞുവിടണ്ട. നമ്മളൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കുകയും വേണ്ട. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് അവന്റെ പേരിൽ ആക്ഷൻ എടുത്താൽ മതി. അല്ലെങ്കിൽ കണ്ണേട്ടനായിരിക്കും വിവരങ്ങൾ ചോർത്തി തന്നെന്ന് അവരൊക്കെ സംശയിക്കും. എന്നാലും ഉണ്ടച്ചോറിന് നന്ദി കാണിക്കാത്ത ഇവനെയൊക്കെ ജോലിന്ന് പിരിച്ചുവിടുക മാത്രമല്ല മഹി വേണ്ടത്. 4 ആള് കാണുക തല്ല് ശരിയാക്കണം. ഇപ്പൊ തല്ല് തുടങ്ങി കാണും താഴെ. അവനെ ഒന്ന് കച്ച മെതിക്കുന്ന പോലെ മെതിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയാൽ മതി. വാ. അവരതിനകത്ത് ചവിട്ടിയില്ലല്ലോ. മാർക്കോ, ദൈവം എന്നെ കൊല്ലരുത്. ദൈവം കൊല്ലരുത്. മാർക്കോ പ്ലീസ്. എന്താ മാർക്കോ ഇവിടെ? ഇവനെപ്പോഴും ഇവിടെ വന്നത്? ഇവന്റെ കാറിനെ ഫോളോ ചെയ്ത് വരികയായിരുന്നു ഞങ്ങൾ 2 ആളും. മഹാലക്ഷ്മി വരുന്നതിന് മുമ്പ് തന്നെ. എന്നിട്ട് ഇവിടെ താഴെ വെയിറ്റ് ചെയ്യായിരുന്നു, താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടിട്ട്. ഇനി ഇവനെ ഒന്നും ചെയ്യണ്ട, വിട്ടേക്ക്. മലയ്ക്ക് പോയ ഞങ്ങളെ കൊല്ലാൻ നോക്കിയവനാ. അന്ന് മുതല് ഇവനെ തിരയുക. ഇവൻ വിട്ട ഗുണ്ടകൾ പലരും ഇപ്പൊ ഇല്ല. പിന്നെ പിന്നെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കണോ ഇവനെ? വിട്ടേര് മാർക്കോ. വിടുമ്പോൾ വെറുതെ വിടണ്ട. ഇവന്റെ കൈയും കാലും തല്ലി ഒടിച്ചു വിട്ടാൽ മതി. ഇവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് തന്നെ ആയിരിക്കും വന്നിട്ടുള്ളത്. അയ്യോ, ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല സാറാ വന്നിരിക്കുന്നത്. ഞാൻ ഈ കൺസ്ട്രക്ഷൻ സൈറ്റൊക്കെ നോക്കാൻ വേണ്ടി വന്നതാ. സൈറ്റ് നോക്കാൻ ഇവിടെ മഞ്ജു ഉണ്ട്, മറ്റു ചില സ്റ്റാഫുകളും ഉണ്ട്. അതിനു പുറമെയാ ഞങ്ങൾ വരുന്നത്. പിന്നെ നിന്നോട് ഈ കോമ്പൗണ്ടിൽ കയറാൻ ആരാ പറഞ്ഞത്? സാരമല്ല മഹാലക്ഷ്മി, ഇനി ഇവൻ ഇവിടെ നിന്നല്ല നിങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലും കയറാതിരിക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കിക്കോളാം. അയാൾ എന്തു പറയുന്നു? ഞാനുമായി ബന്ധം പിരിയണമെന്ന് ആഗ്രഹിക്കുന്ന കമലേശ്വരത്തെ വെല്ലിയേട്ടൻ. ഇവനെല്ലാം കൂടെ കണ്ണൻ സാറിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോ ബ്രെയിൻ വാഷ് ചെയ്തില്ലെങ്കിലും കണ്ണേട്ടന്റെ അകൽച്ച മാറ്റാൻ പറ്റില്ല. ഞങ്ങൾ തമ്മിലുള്ള വേർപിരിയലിന് വഴിയൊരുക്കിയത് ഞാൻ തന്നെയാ. അതുകൊണ്ട് ഇനിയിപ്പോ ഇവനൊക്കെ പറയുന്നത് കണ്ണേട്ടൻ അതേപടി അനുസരിക്കും. അതിൽ കണ്ണേട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ ചടങ്ങ് നടക്കട്ടെ. ഇവിടേക്ക് ദുരുദ്ദേശത്തോടു കൂടിയല്ലേ ഇവൻ വന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് നടന്നു വന്നവൻ അങ്ങോട്ട് ഇഴഞ്ഞു പോയാൽ മതി. അയ്യോ, മാഡം വാ. മാർക്കോ,
എന്നൊന്നും ചെയ്യരുത് മാർഗോ. ഞാനേ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. ലോപ്പസ് ആണ് നിനക്കുള്ള ശിക്ഷ തരാൻ പോകുന്നത്. ഞാനിതൊക്കെ കണ്ടതേ ഇങ്ങനെ നിൽക്കും. ലോപ്പസേ, ഓ എന്താണെന്ന് വെച്ചാ ചെയ്തോ. ഓക്കെ, അങ്ങോട്ട് പോടാ. മോളെവിടെ? കണ്ടറിഞ്ഞ് നിൽക്കുന്നുണ്ടെന്നാ പറഞ്ഞേ. കണ്ണനെ സ്വാധീനിക്കാനുള്ള ചെപ്പടി വിദ്യയൊക്കെ മോളവിടെ പ്രയോഗിക്കുന്നുണ്ട്. എന്റെ സീമന്തിനി, ഇതിനൊക്കെ അവക്ക് കഴിയുമായിരുന്നു. അങ്ങനെയെങ്കില് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണ് കമലേശ്വരത്ത് കാലെടുത്ത് കുത്തില്ലായിരുന്നു. അവള് മാത്രമല്ല, പ്രതാപന്റെ മോളും വരുത്തില്ലായിരുന്നു. ഞാൻ ആ കല്യാണത്തെ പറ്റി ചിന്തിക്കത്ത് പോലും ഇല്ലായിരുന്നു. പ്രതാപനും ഞാനും പണ്ട് മുതലേ അടുത്ത സുഹൃത്തുക്കളാണെന്ന് നിനക്കറിയാവല്ലോ. ഒരു വീടിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി 10-12 ലോഡ് പാറയടിക്കാൻ അയാളോട് പറഞ്ഞപ്പോഴാണ് അയാൾ അയാളുടെ മോളുടെ കാര്യം എടുത്തിട്ടത്. അപ്പോ അയാൾക്ക് 2 മക്കളുണ്ടെന്നറിയാം. ആ സമയത്താണ് ഈ മഹാലക്ഷ്മിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പോഴെനിക്ക് അതൊരു നല്ല ആലോചനയായിട്ടാ തോന്നിയത്. മഹാലക്ഷ്മി കണ്ണന്റെ ഭാര്യയായിട്ട് വന്ന നമുക്കും എന്റെ പെങ്ങൾക്കും കുടുംബത്തിനും ഒക്കെ വലിയ പരിക്കില്ലാതെ പോകാം എന്നായിരുന്നു എന്റെ ചിന്ത. അവൾ എന്നാലും എന്തൊരു പെണ്ണാവാമേട്ടാ. അതിനെ അവൻ കൈവെള്ളെ കൊണ്ടു നടന്നിട്ട് അതിനിടയിലൂടെ വേറൊരുത്തരുടെ മനസ്സ് കൊടുത്തില്ലേ? എനിക്ക് തോന്നുന്നത് ആ കുഞ്ഞ് അനന്തുവിന്റെ കുഞ്ഞ് തന്നെയാണെന്നാ. അല്ലെങ്കിൽ പിന്നെ അവന്റെ വീട്ടിൽ പോയി അവള് താമസിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് മാത്രമല്ല, നമ്മുടെ മേഘനെക്കാളും ഉണ്ണിയെക്കാളും കണ്ണന് ഇഷ്ടമാണ് അനന്തുവിനെ. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ തെറ്റ് ചെയ്ത മഹാലക്ഷ്മിയെ അവൻ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവോ? അവിടെയാണ് അവനാണ് പ്രതിന്ന് എല്ലാവരും സംശയിക്കുന്നത്. അവന്റെ ഭാര്യ അറിഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അനന്തവും തമ്മിൽ ഇടയ്ക്ക് വെച്ചെന്തെങ്കിലും ബന്ധം തുടങ്ങിയോന്ന് പറയാൻ പറ്റത്തില്ല. അല്ല, അതിനിടയ്ക്ക് വേറെ ഒരുത്തൻ കൺസൾട്ടന്റ് കമ്പനിയിലോട്ട് പോയിരിക്കുക. ഇനിയിപ്പോ അത് എന്തായോ എന്തോ. ആ, മേഘം വരുന്നെന്ന് തോന്നുന്നു. വാണ് ഇറങ്ങ. അയ്യോ, അയ്യോ, എന്റെ മോനെ, അയ്യോ, അയ്യോ, മോനെ, അയ്യോ, പറയടാ എന്തോ പറ്റിയേ? എന്താടാ പറ്റിയത്? അങ്ങനെ ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും ഉള്ള സമയമല്ല. ഓ, ശരീരം മുഴുവനും വേദനയാ. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്ക്. എടാ എന്താടാ പറ്റിയത്? ഇനി എന്തോന്ന് പറ്റാനാ? അപ്പൊ തട്ടുപൊളിഞ്ഞ് വീണത് നീയാന്നോടാ? അയ്യോ, തട്ട് പൊളിഞ്ഞ് വീണെങ്കിലേ ഇപ്പോഴെന്റെ പൊടി പോലും കാണില്ലായിരുന്നു. ഓ, ഇതെന്നെ തല്ലി ചതച്ചതാ മാർക്കോ. അയ്യോ, അവള് താഴെ വീണ് ചിന്നിച്ചെതറി പോകുന്നതിന് മുമ്പ് അവൻ എത്തി. എന്നെ കാലെ വാരി പിടിച്ച് നിലത്തടിക്കാൻ. അച്ഛനിപ്പോ നടക്കാലോ, അങ്ങോട്ട് എഴുന്നേക്ക്. അമ്മേ, അച്ഛനെ പിടിച്ച് എഴുന്നേപ്പിച്ചിട്ടേ എനിക്ക് ആ വീൽ ചെയർ തായോ. ഒന്ന് എഴുന്നേക്ക് മനുഷ്യ. ഞാൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റപ്പോ നീ വീൽ ചെയറിലായല്ലോടാ. ആയി ആയി, പതുക്കെ പിടിയടാ. പതുക്കെ മോനെ. എന്നെ മുറിയിലോട്ട് കൊണ്ടുപോയി, ഞാനൊന്ന് കിടക്കട്ടെ.
ഡാ, ഡാ, നോ. എടോ, എന്നെ ഒന്ന് പിടിക്കടാ. അയ്യോ, എനിക്കങ്ങനെ നിൽക്കാനൊന്നും ആയിട്ടില്ല. എന്നെ പിടിച്ച് അങ്ങോട്ട് ഇരുത്തണോ? അയ്യോ, ഈ വീട്ടില് ഒരാള് വീൽചെയറിൽ നിന്ന് മാറുമ്പോ മറ്റേയാള് വീൽചെയറിൽ ഇരിക്കണമെന്നാ തോന്നുന്നത്. ഇനി അടുത്തത് ആരുടെ നടുവോടിയെന്നാ അറിയാൻ മേലാത്തത്. അയ്യോ, അവന്റെ കൈക്കും കാലിലും മാത്രമുള്ളോ പരിക്ക്? അല്ല സാറേ, ശരീരത്തിൽ പുറമേ പരിക്കൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ ക്ഷതം പറ്റിയിട്ടുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ചതഞ്ഞു കാണും. അവന്റെ തല്ലിന്റെ ചൂട് ഞാനും അറിഞ്ഞതാ. അവന്റെ കൈ കൊണ്ടിരിക്കുന്നതും ഇടിക്കട്ട കൊണ്ടിരിക്കുന്നതും രണ്ടും ഒരുപോലെയാ. ഞങ്ങളൊന്ന് പോയിട്ട് വരാം സാറേ. ഓ, അതിങ്ങി തന്നിട്ട് പോ. ശരി സാറേ. അവരിനി ഇങ്ങോട്ടെങ്ങാനും കേറി വന്നിട്ട് എന്നെ വീൽ ചെയറിലാക്കാതിരുന്നാ മതിയായിരുന്നു. ഈ മേക്കേട്ടനെന്താ ഫോൺ എടുക്കാത്ത? അവര് വർക്ക് സൈറ്റിൽ എത്തിയെന്നും പറഞ്ഞ് ഇടയ്ക്ക് വിളിച്ചിരുന്നല്ലോ. അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. പഴയതിന്റെ തനിയാവർത്തനം തന്നെ. കൊല്ലാൻ കെണിയൊരുക്കി. പക്ഷേ കെണിയിൽ വീഴേണ്ട ആള് വീണില്ല. പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? മഹിയെ കൊല്ലാനായിട്ട് കെണി ഒരുക്കിയവൻ ഇപ്പൊ കൈയും കാലും എല്ലാം ഒടിഞ്ഞ് ഹോസ്പിറ്റലിലായിരിക്കും. കണ്ണേട്ടൻ കമ്പനിയുടെ പകുതി എന്റെ പേരിൽ കൂടി എഴുതി തന്നിരിക്കുന്നത്. എന്നുവെച്ചാ ഈ കമ്പനിയിൽ നിന്റെ ചേട്ടനുള്ള അത്ര അവകാശം എനിക്കുണ്ട്. എന്റെ കണ്ണേട്ടൻ ഞങ്ങളുടെയൊക്കെ ചോരയെ നീരുവാ. കണ്ണേട്ടന്റെ സകല സ്വത്തുക്കളും അത് കൈയാളാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാനെന്തിനാ നാണിക്കുന്നേ? ഞാൻ ഇപ്പോഴും കണ്ണേട്ടന്റെ ഭാര്യ തന്നെയാ. ഞങ്ങള് തമ്മിൽ ബന്ധമൊന്നും പിരിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എന്റെ പേരിൽ എഴുതി തന്ന സ്വത്തുക്കൾ ഞാൻ തിരികെ എഴുതി കൊടുക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളെപ്പോലൊരു ദുഷ്ടയായ സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നത്തെ കാലത്ത് കുറച്ച് ദുഷ്ടത്തിലൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലടാ. ഈ പറയുന്ന ആൾക്ക് ഭയങ്കര നന്മയാണല്ലോ. നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങളെപ്പോലും പലരും സംശയിക്കുന്നുണ്ട്. ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്നുള്ള രീതിയിൽ ഒരു സംസാരമൊക്കെ ഉണ്ട്. നിന്നെയും നിന്റെ അമ്മാവനെയും അയാളുടെ മകനെയും പോലെ ഞാനത്ര ചീപ്പല്ല. ഇവനോടൊക്കെ എന്തിനാ സാറേ വായിട്ടലയ്ക്കുന്നേ? ഇവനൊക്കെ മറുപടി കൊടുക്കുന്ന എന്തിനാ? മര്യാദക്കിരുന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് നിന്നെ പുറത്താക്കാനൊന്നും അധികം സമയമൊന്നും വേണ്ട. നീ കൂടുതൽ സംസാരിച്ചാ നിന്റെ സ്ഥാനത്ത് അടുത്ത ആള് വരും. അത് മിക്കവാറും ആ കുഞ്ഞിന്റെ അച്ഛനായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. നിനക്കെന്താ നഷ്ടം? നീയൊക്കെ കരുതിയോ ഞാനും കണ്ണേട്ടനും വേർപിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അധികാരം കാണിക്കാൻ വരില്ലാന്ന്? വരുവേടാ. എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം എനിക്ക് വരാൻ അവകാശപ്പെട്ടിടത്തൊക്കെ ഞാൻ വന്നിരിക്കും. കണ്ണേട്ടന്റെ ഭാര്യയായിട്ട് കണ്ണേട്ടനൊപ്പം സ്നേഹം നടിച്ച് നിന്നത് എല്ലാം തട്ടിയെടുക്കാനായിരുന്നില്ലേ? എന്താ സംശയം? അത് തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം. നിനക്കൊക്കെ സഹിക്കാൻ വയ്യെങ്കിലേ
നീയൊക്കെ അതിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്ക. വിധി ആർക്ക് അനുകൂലമായി വരുമെന്ന് നോക്കാലോ. ഭാര്യയ്ക്ക് ഭർത്താവ് സ്വത്ത് കൊടുത്തു കഴിഞ്ഞാലേ പിന്നത് തിരിച്ചു വാങ്ങാൻ നിയമവും വകുപ്പൊന്നും ഇല്ലടാ. വിശ്വാസവഞ്ചന കോടതി മുഖവിലേക്ക് എടുക്കും. തന്റെ ചേട്ടൻ വക്കീലല്ലേ? എന്നാ പിന്നെ ചേട്ടനോട് ചോദിച്ചിട്ടൊരു കേസ് ഫയൽ ചെയ്യും. കേസ് ഏത് വഴിക്ക് പോകുമെന്ന് നമുക്ക് നോക്കാലോ. എന്റെ വീട്ടിലുണ്ടടാ ഒരു വക്കീല്. കണ്ണേട്ടന്റെ അതേ കളരിയിൽ തന്നെ വക്കീൽ പരീക്ഷ പാസ്സായ ഒരാൾ. അനന്തുവേട്ടനെ മഹിയും ചേർത്ത് നീയൊക്കെ പല കഥകളും ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളോടൊപ്പം മഹി താമസിക്കുന്നതുകൊണ്ട് അനന്തുവേട്ടനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് പോലും നീയൊക്കെ പറയുന്നുണ്ട്. എന്തു പറഞ്ഞാലും ശരി, ആ കുഞ്ഞ് ജനിക്കും. മഹിയുടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ അതിന്റെ അവകാശി ആരാണെന്ന് നീയൊക്കെ അറിയും. എന്നു മാത്രമല്ല, അന്ന് മഹിക്കൊപ്പം നിന്റെ ക്യാബിനിലേക്ക് കയറി വരുന്നത് ഞാനും സാറും ഒന്നും ആയിരിക്കില്ല. ആ മനുഷ്യനായിരിക്കും മഹിയുടെ കുഞ്ഞിന്റെ അച്ഛൻ. അപ്പോ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാല്ലേ? എന്താ സംശയം? ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയാ ആ കുഞ്ഞിന്റെ അച്ഛൻ. പക്ഷെ അത് ആരാണെന്നൊക്കെ നീയൊക്കെ അറിയുന്നത് ആ കുഞ്ഞ് ജനിച്ച ശേഷം മാത്രമായിരിക്കും. പിന്നീട് ഈ കമ്പനിയും ഫൈനാൻസിയേഴ്സും ഒക്കെ നിയന്ത്രിക്കാൻ പോകുന്നതും മഹിക്കൊപ്പം അയാളായിരിക്കും. പറഞ്ഞത് കേട്ടില്ലേ? അവനവന്റെ ജോലി നോക്കി അടങ്ങി ഒതുങ്ങി ജീവിച്ചാ നിനക്ക് ഇവിടെ ഇരിക്കാം. അല്ലെങ്കിലേ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടിനകത്ത് ഇരിക്കേണ്ടി വരും. ഞാനും കണ്ണേട്ടനും വേർപിരിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന എന്റെ അനിയത്തിക്കൊപ്പം. കണ്ടു ഉണ്ണിയേട്ടന്? കണ്ടു. അവന് ഞാനിങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാള് വിചാരിച്ചതേ ഏട്ടത്തി ഇനി ഇങ്ങോട്ട് വരില്ലെന്നാ. ഇനി സമയം കിട്ടുമ്പോഴൊക്കെ മഹി വരും. മഹി വരുമ്പോഴൊക്കെ കൂടെ ഞാനും കാണും. ഇനിയാണ് ഏട്ടത്തെ സൂക്ഷിക്കേണ്ടത്. കൊലയാളികളാ ചുറ്റും. അവരെല്ലാവരും ഏട്ടത്തി ഇനിവിടെ വന്നതുകൊണ്ട് കൊലവിളി നടത്തുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ നിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ കൂടി വേണ്ടിയാ ഞങ്ങൾ വന്നത്. നീ ഇപ്പോ കൊലയാളിയുടെ കാര്യം പറഞ്ഞില്ലേ? അവരിൽ ഏറ്റവും വലിയ അപകടകാരി മേഘന. ആ മേഘം വീണു കഴിഞ്ഞു. മഹിക്ക് വേണ്ടി അവൻ കെണി വെച്ചു. ആ കെണിയില് മഹി വീണില്ലെന്ന് മാത്രമല്ല, ആ സമയത്ത് തന്നെ അവിടെ എത്തിയ മാർക്കോ മേഘനെ കൈകാര്യം ചെയ്തു. അവനെ ഉടച്ചു വാരി. അതെന്തുകൊണ്ട് നന്നായി എടുത്തി. മാർക്കോയുടെ അവനൊന്ന് കൊന്നുകളയാൻ പറഞ്ഞൂടായിരുന്നോ? ദൈവം കൊടുത്ത ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്കൊന്നും ഇല്ലല്ലോ മഞ്ജു. പിന്നെ മനസാക്ഷിയില്ലാത്ത ആൾക്കാരുണ്ട് മേഘനെ പോലെ. അവരെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്. മലയ്ക്ക് പോയ കണ്ണേട്ടനെയും മാർക്കോയും സാഗറിനെയൊക്കെ കൊല്ലാൻ ആളെ വിട്ടത് മേഘന. അതിനുശേഷം മാർക്കോ അവനെ തെരഞ്ഞു നടക്കായിരുന്നു. ഇന്നാണ് അവനെ മാർക്കോയ്ക്ക് സൗകര്യത്തിന് കിട്ടിയത്. അത് ശരിക്കും മാർക്കോ മുതലാക്കുകയും ചെയ്തു.